ഹേ തുന്നിപ്പേഴ്സ് അപ്പോൾ എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ ഇട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതേ പ്രമാണിച്ച് നമ്മുടെ അയാം ഗെയിമിൻ്റെ ട്രെയിലർ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ടീമിൻ്റെ ഭാഗത്തുനിന്ന് വൻ ഫാൾട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ മോശമായിരുന്നു. കാരണം നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു. പക്ഷേ 6 മണിക്ക് പോയിട്ട് പിന്നെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു 8 മണി വരെ കാത്തിരുന്നു, 9 മണി വരെ കാത്തിരുന്നു, എന്നിട്ട് പോലും വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും ട്രെയിലർ ഇനിയിപ്പോൾ മറ്റൊരു തീയതിയിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ദുൽഖറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ AOT, അതായത് ആകാംക്ഷലോ ഒക്കത്തര എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം വന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ എന്ന ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. കൃഷ്ണ എന്നാണ് ദുൽഖർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ലോകേഷ് കനകരാജിൻ്റെ DC എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ അങ്ങനെ വരികയാണ്. ഈ വരുന്ന ജൂലൈ 30 ചിത്രത്തിൻ്റെ ട്രെയിലർ വരുന്നത്. ഓഗസ്റ്റ് 7 ചിത്രം വേൾഡ് വൈൽഡായിട്ട് നമ്മുടെ തിയേറ്ററിൽ എത്തുക. കഴിഞ്ഞ 24 റിലീസ് ചെയ്യേണ്ട ട്രെയിലർ ആയിരുന്നല്ലോ നമ്മുടെ രാമായണം എന്ന സിനിമയുടെ. അപ്പോൾ പുതിയ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 30 വ്യാഴാഴ്ച രാവിലെ 4:15 ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗംഭീര ട്രെയിലർ തന്നെ ആവട്ടെ. ഇന്നലെ നമ്മുടെ ധനുഷിൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഓം ചാപ്റ്റർ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാനത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ ചെറിയൊരു ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ആദ്യമായിട്ട് കാണിച്ച്. നമ്മുടെ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ഒരു സ്ഥിരം ലുക്ക് തന്നെയാണ്. ഒരു വെറൈറ്റി ലുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ഗ്ലിംസ് ഉടനെ തന്നെ വരും എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗ്ലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന മൂവി സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. U/A 60+ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 7 ചിത്രം തിയേറ്ററിലെത്തുക. മലയാളത്തിൽ നിന്ന് അടുത്ത ഒരു സൈഫൈ പടമാണ് നമ്മുടെ പ്ലൂട്ടോ. അപ്പോൾ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരെന്തായാലും ബുക്ക് ചെയ്യുക. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ്, നമ്മുടെ രാവോ ബഹദൂർ എന്ന ചിത്രം ഈ വരുന്ന ജൂലൈ 31 നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഏതാണ്ട് 5ഓളം ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.